സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിൽ ബോർഡ് വേണം, അങ്ങനെ അതെ സർക്കാർ തന്നെ നിയന്ത്രണം ഗവൺമെന്റ് നേരിട്ട് വേണം. സംസ്ഥാനത്ത് സർക്കാരുണ്ടല്ലോ, ആ സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് ബോധ്യം വരാവുന്ന നിയന്ത്രണം വരാവുന്ന രീതിയിൽ കമ്മിറ്റികളുണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് IAS ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ഒരു സുതാര്യമായ ഒരു ഭരണം നടത്തുവാനുള്ള ഒരു സംവിധാനം അടിയന്തരമായി ഇവിടെ നടത്തണം. മാത്രമല്ല നിക്ഷേപമായി കോടിക്കണക്കിന് കിടക്കുന്ന സമ്പത്തുകൾ, ആ സമ്പത്തുകൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിനും ഭക്തജനങ്ങളുടെ ആവശ്യങ്ങളും അവസരങ്ങൾക്കും പരിഹാരം കാണുന്നതിനും വേണ്ടി അത് ഉപയോഗിക്കണം. ഗുരുവായൂർ എത്രയോ കോടിയാണ് കിടക്കുന്നത്. കുടൽമാണിക്യത്തിൽ കൊണ്ട് അവിടെ ഇട്ടിട്ട് കുറേ ബാങ്കുകൾ കൊള്ളാം, കുറേ സൊസൈറ്റി കൊണ്ടിട്ടിട്ടുണ്ട്. ഈ സൊസൈറ്റിയെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കുടൽമാണിക്യത്തിട്ടിരിക്കുന്ന സമ്പത്ത് അവിടെ കുറേ സൊസൈറ്റിയിലായിട്ടിരിക്കുന്നത്. ആ സൊസൈറ്റി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മറിക്കാനും തിരിക്കാനും സൗകര്യമായി. ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇത് പ്രയോജനകരമായ വിധത്തിൽ, പ്രത്യുത്പാദനപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും ഭക്തജനങ്ങളുടെ ഗുണങ്ങൾക്കും വേണ്ടിയിട്ട് പ്രയോജനകരമായ രീതിയിൽ ഈ സമ്പത്തുകൾ ഉപയോഗിക്കാനുള്ള ഒരു മുൻകൈ കൂടി സർക്കാർ എടുത്താൽ നന്നായിരിക്കും. അതെ, ദേവസ്വം ബോർഡ് ഈ ഭരണ സംവിധാനം പൊതുവെ മാറി പുതിയൊരു ഭരണ സംവിധാനം. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളില്ലാതെ ഭരിക്കാനൊക്കത്തില്ല. അതിൽ തന്നെ ഒരു സുതാര്യത ഉറപ്പാകണം. കാരണം അതെ, അത് നമ്മുടെ CBI തന്നെ വയ്ക്കട്ടെ. CBI തന്നെ വെച്ചുകൊണ്ട് ആരുടെ കാലത്ത്, ഇപ്പോൾ ഇവരുടെ കാലത്തൊന്നും ഇത് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ഇവരുടെ കാലത്ത് വലിയ കുംഭകോണം ചെയ്തതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇവരുടെ കാലത്ത് അത് കണ്ടുപിടിച്ചതും ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിൻ്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിൻ്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും നഷ്ടപ്പെടുത്തുക എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്ത് അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറായാൽ നന്നായിരിക്കും. എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. സ്വർണ്ണപ്പാളി വിവാദം വ്യക്തമായത് ഈ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെയാണല്ലോ. അതെ, ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാലത്താണല്ലോ ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേര് കാണും. ഒരു പോറ്റ് മാത്രം വിചാരിച്ചാൽ ഇത്തരം സാധനം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ? കുളിക്കാനോ എടുക്കാനോ ഒക്കുമോ? നിങ്ങൾക്കറിയാമല്ലോ, ദ്വാരപാലകന്മാരുടെ ആണ് വിളിച്ചിട്ട് പോയത്. പോറ്റ് വന്ന് വിളിച്ചിട്ട് പോകാനൊക്കുമോ? കൺവേ ചെയ്ത് ബോംബെ കൊണ്ടുപോയി, ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു, എത്രയോ പാർട്ടി കൊണ്ടുപോയി. ഈ പാർട്ടികളെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികൾ എൻ്റെ പുറകിലുണ്ട്. സഹായിച്ചവരുണ്ട്, സഹകരിച്ചുകൊണ്ട് വീതം വെച്ചവർ കാണും. ആരൊക്കെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല. അത് സത്യം കൊണ്ടുവരണം. ഇവിടെ ഇതുപോലുള്ള ആത്മീയതയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. ആ സർക്കാർ മുൻകൈ എടുക്കണം. ശരി, ദയവ് ചെയ്തല്ലോ. താങ്ക് യു.